ഭയങ്കര വൈറലാണ്. ആ ഒരു ചേട്ടൻ അനീതി സ്നേഹം കാണിക്കുന്നത്, അതായത് നിറവയറിൽ തൊട്ടിട്ട് ഒരു പാട്ട് പാടുന്ന ഒരു വീഡിയോ. കണ്ണനെ കണ്ടു കണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്. എനിക്ക് ഒന്നാമത്തത് താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കല്യാണത്തിന്. കുഞ്ഞല്ലടാ, ഡിഗ്രി കഴിഞ്ഞോളൂ നമ്മള് പൊടി. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ ഞാനിങ്ങനെ അടുക്കളയിൽ നോക്കിയപ്പോൾ നല്ലോണം മുടി കുഞ്ഞി മീശ കാക്കോള് കൊണ്ട് പോലും ഞങ്ങൾ ആരും ഞങ്ങൾ പിള്ളേരെ കുറിച്ച് എങ്ങനെ പറയാൻ പറ്റുക? അതാരും ആരും തൊട്ട് കളിക്കില്ല. നമ്മള് പിള്ളേരെന്ത് ഇങ്ങനെ, നിങ്ങളെ പിള്ളേരെന്താ കണ്ണട വെച്ചിരിക്കുന്നത്, എന്തൊരു ഷേപ്പില്ലാതെ, എന്തൊരു തടിയില്ലാതെ. ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്, 3-4-5 ലെറ്ററുകൾ. അതായത് ഇത് നിങ്ങൾ യൂട്യൂബിൽ ഇടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കൂടി പോയി കഴിഞ്ഞാൽ ഒരു 5-6-11 വയസ്സായിട്ടുണ്ടാവും അല്ലേ? അവര് പോലും നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഒരു വീഡിയോ ഭയങ്കര വൈറലാണ്. ആ ഒരു ചേട്ടൻ അനീതി സ്നേഹം കാണിക്കുന്നത്, അതായത് നിറവയറിൽ തൊട്ടിട്ട് ഒരു പാട്ട് പാടുന്ന ഒരു വീഡിയോ. അയ്യോ, സോ ഹാർട്ട് ടച്ചിങ്. ഓക്കെ, അപ്പം ഇനി ഞാൻ നേരത്തെ ഇവിടെ ചോദിച്ച ചോദ്യം അഞ്ജുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അതായത് 19 ഇയേഴ്സേ ഉള്ളൂ, നമുക്ക് ഒരു ലൈഫ് പാർട്ട്ണറിനെ എന്തൊക്കെയാണ് എന്നുള്ളത് സോർട്ട് ചെയ്ത് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായമാണ്. നമ്മൾ ആ ഒരു ഫാന്റസി ഇതൊന്നും നമ്മൾ പുറത്തു വന്നിട്ടില്ല. എങ്കിലും ഇപ്പം ഒരു ലക്കാണ് നിതീഷേട്ടൻ്റെ മാതിരി ഒരു പാർട്ട്ണറിനെ കിട്ടിയത്. എങ്കിലും എന്ത് കണ്ടിട്ടായിരുന്നു അന്ന് ആ ഒരു കല്യാണത്തിന് ഓക്കെ അടിച്ചത്? അതോ എന്ത് കണ്ടിട്ടുണ്ടാ ഞാനേ അച്ഛനമ്മയും പറഞ്ഞു അങ്ങനെയൊന്നല്ല. എനിക്ക് ഒന്നാമത്തത് താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കല്യാണത്തിന്. എനിക്ക് അങ്ങനെ പിന്നെ കല്യാണത്തിന് കുഞ്ഞല്ലടാ, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളൂ നമ്മള് പൊടി കഴിഞ്ഞിട്ടുള്ളൂ നമ്മള്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നമ്മുടെ കസിനാണ് കൊണ്ടുവന്നത്. അപ്പൊ കസിൻ പറഞ്ഞു, എടി അവൻ അങ്ങനെ ആരും ഇഷ്ടപ്പെടുന്നില്ല, കുറെ എണ്ണത്തിനെ കണ്ടത് അവൻ, അപ്പൊ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ ഞാനിങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ലോണം മുടി കുഞ്ഞി മീശ കേട്ട് നല്ലൊരു ചെക്കൻ. അപ്പൊ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ കുഴപ്പമില്ല, കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെക്കൻ. സുന്ദരനാണ്. അപ്പൊ അതാണ് എനിക്ക് ഫസ്റ്റ് ഇഷ്ടമായത്. പിന്നെ ഞാൻ അന്ന് തന്നെ എനിക്ക് നമ്പർ കിട്ടി. അന്ന് തന്നെ നമ്പർ കിട്ടിയിട്ട് ഞങ്ങൾ കുറെ ഇങ്ങനെ വിളിച്ചു, സംസാരിച്ചു. അപ്പൊ എന്റെ കറക്റ്റ് എന്റെ ഒരു വൈബിന് പോകുന്ന ഒരാളാണ്. കൊറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പൊ കൊറേ കാര്യം സംസാരിച്ചു. അപ്പൊ ആള് ഓക്കെ, സെറ്റാണ്. അപ്പൊ ഇതന്നെയായിരിക്കും തലയിൽ വരച്ചത് വിരിച്ചത്. അത്യാവശ്യം ഏജ് ഡിഫറൻസ് ഉണ്ടോ? 9 വയസ്സ് വ്യത്യാസം. 9 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പം ആ ഒരു ഏജ് ഡിഫറൻസിലേ 19 വയസ്സിനും കുഞ്ഞു കുട്ടിയല്ലേ? ഇപ്പൊ ചേട്ടൻ മറ്റേ പൂമുഖ വാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തികളാവുന്ന ഭാര്യനെയാണോ ചേട്ടൻ പ്രതീക്ഷിച്ചത്? ഇപ്പോഴും പ്രതീക്ഷിച്ചില്ല. ഓക്കെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഞാനിപ്പോ പറയുന്ന വെച്ചാൽ നമ്മ കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് വേറൊരു കല്യാണം കഴിഞ്ഞു ഞാൻ വേറൊരാളാവണം, എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടി എന്നൊക്കെ നമ്മ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ നമ്മ എന്റെ ഉത്തരവാദിത്തം കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ വീട്ടിലൊരു അച്ഛൻ്റെ അടുത്തായാലും ഇപ്പൊ അനിയന്റെ അടുത്തായാൽ പോലും ഞാൻ അങ്ങനെ പെരുമാറിയെന്ന് വിചാരിക്കും. അപ്പൊ വിചാരിക്കും, ചേട്ടൻ ഇങ്ങനെ ഇരുന്നില്ലല്ലോ. അപ്പൊ അവിടെ ആയിക്കൂടെ വന്ന വ്യത്യാസം, ഒരു പെണ്ണ് വീട്ടിലേക്ക് വന്ന് കയറി. അപ്പൊ പറയും, അവള് വന്ന് കയറിയപ്പോഴത്തേനും അവന്റെ സ്വഭാവം മാറി. പക്ഷെ സംഭവിക്കുന്ന ദിവസം എന്താ, വന്ന് കയറിയ പെണ്ണൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. നേരെ തിരിച്ച് നമ്മ അവിടെ നിൽക്കുന്ന ആളുകൾ പറയും, ഞാൻ നീ ഉത്തരവാദിത്തം കുറച്ച് കാണിക്കണം. അപ്പൊ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തം എന്ന് പറയുന്ന അവര് വിചാരം, ഇപ്പൊ ആണുങ്ങൾ വിചാരം എന്നിട്ടാ കുറച്ച് സ്റ്റേണായിട്ട് നിക്കണം എന്നൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനൊക്കെ നിന്ന് വരുമ്പോ വീട്ടുകാർക്കും ബന്ധുക്കാർക്കും തോന്നും, വന്ന് കയറിയ പെണ്ണിന്റെ വ്യത്യാസം ഉണ്ടാക്കാണ്. അപ്പൊ അവനത് അങ്ങനെ ആയിന്ന്. പക്ഷെ അവരൊന്നും ഒരു മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഞാൻ കൂടി, എന്റെ കൂടെ ഒരാൾ കൂടി വന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കും. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വിളിച്ചു നേരം വൈകണ്, എനിക്ക് വീട്ടിൽ പോകണം, കുട്ടികളെ പെണ്ണിനെ നോക്കണം എന്നുള്ള മൈൻഡൊന്നുമല്ല. അവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് എല്ലാവരോടും ഓക്കെ കളിച്ച് ചിരിച്ചൊക്കെ നടന്ന് അതേ സെയിം വൈബിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന എന്തുകൊണ്ട് ഇല്ലാന്ന് പറയുന്നില്ല. അത് എനിക്ക് അത്രയും ഫ്രീഡം അവിടെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാനില്ലെങ്കിൽ ഇപ്പൊ മോളെ പഠിപ്പിക്കാനാണെങ്കിലും മോനെ നോക്കാനൊക്കെ ആണെങ്കിലും ഇവളും അമ്മയും അച്ഛനും ഒക്കെ എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് എന്റെ ഇഷ്ടത്തിന് നടക്കാം. ഞാൻ എന്റെ ആ ഒരു ഫ്രീഡം ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, മക്കളൊക്കെ ആയെങ്കിലും
ഇവരുടെ ഓരോ പോസ്റ്റ് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ നിതീഷേട്ടനെ ഒന്ന് ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാനുണ്ടോ കുറെ okay. മനസ്സിലായല്ലോ. അപ്പം ലെറ്റ് മീ ഹിയർ ഇറ്റ് ഫ്രം ദ 90s കിഡ്. നിതീഷേട്ടാ, നിങ്ങൾ ഭയങ്കരമായിട്ട് എപ്പോഴും ഇങ്ങനെ പ്രേമിച്ചുകൊണ്ടേ ഇരിക്കുക, ഇങ്ങനെ പ്രണയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കപ്പിളാ നിങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. വാട്ട് ഇസ് ലവ് അക്കോർഡിംഗ് ടു യു? ചോദിക്കും എന്തൊന്ന് കിട്ടാത്ത തെരഞ്ഞോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എപ്പോഴും, ആ മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണ് ലവ് എന്ന്, പക്ഷെ ഇതന്നല്ല, വേറെ എന്തോ ലവ് എന്ന് പറഞ്ഞ് വീണ്ടും നമ്മ അതിനെ അപ്രോച്ച് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായി അതിനേലും വേറെ എന്തോ ഉണ്ടെന്നുള്ളത്. അതെങ്ങനെ എല്ലാ ദിവസം കൂടുതൽ അമ്മ ഇന്നതല്ല സാധനം, എനിക്ക് കിട്ടാൻ ഇനിയുണ്ട് എന്നുള്ള ലെവലിൽ നമ്മ വീണ്ടും ചെന്നിട്ടുണ്ടെന്ന് പ്രണയം. അതാണ് പ്രണയം. അതായത് എന്താ പറയാ, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായെന്ന് അറിയില്ല. ഒരു പുഞ്ചിരി ആണെങ്കിൽ പോലും ഒരു ചിരി കിട്ടി, സ്നേഹത്തോടെ അല്ല, നാളെ നമ്മള് അല്ല ആ ഒരു ചിരിയിൽ തന്നെ അത് ഇന്നലെ കിട്ടിയാണല്ലോ, പക്ഷെ അന്ന് ആ ഒരു ചിരി വീണ്ടും കിട്ടിയാൽ മതി. പക്ഷെ അത് പ്രണയമാണത്, എല്ലാത്തിലും ഉണ്ട് പ്രണയം. അതാ കണ്ടാ മതി. അതെ അതെ, ഓക്കെ. അപ്പം എന്തായാലും പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുക 4 പേരും എപ്പോഴും. അപ്പം നിങ്ങൾ ബേസിക്കലി ഇപ്പം യൂട്യൂബേഴ്സ് ആണ്, പക്ഷെ അതിനു മുമ്പ് ഐഡ് ലൈക്ക് ടു നോ യുവർ പ്രൊഫഷൻ. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? നിങ്ങളേട്ടാ പറയും. എന്റെ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇൻഫ്ലുവൻസർ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോഴും ഉണ്ടോ? ഞാനിപ്പോ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ആദ്യം എറണാകുളത്ത് ഒരു കമ്പനിയിലായിരുന്നു, അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഇപ്പൊ ട്വിൻസ് ആയതിനു ശേഷം നമുക്ക് എന്താ പറയാ, നേരത്തെ പറഞ്ഞ എനിക്ക് ബാധ്യത കൂടി. കാരണം അത് നമുക്ക് ബാധ്യത എന്നുള്ളത് എന്താ പറയാ, അവര് പ്രീമച്ചുവർ ആയിരുന്നു. അപ്പൊ നമ്മുടെ കെയറിങ്സ് അത്രയും വേണം. നമ്മളൊരാളെ വെച്ച് അവരെ നോക്കുക എന്ന് പറയുന്നത് പൈസ ചെലവുമാണ്, പക്ഷെ നമ്മൾ നോക്കണത്ര എന്തായാലും നമ്മുടെ മക്കളെ വേറെ ആരും നോക്കില്ലല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ആ ഒരു ഇത് ഞാൻ കെയർ ചെയ്യാൻ തയ്യാറായിട്ട് വന്നു. അങ്ങനെയാണ് എന്താ പറയാ, മെയിൻ പ്രൊഫഷനായിട്ട് അത് ഫ്രീലാൻസ് ആക്കി മാറ്റി. പിന്നെ നേരെ യൂട്യൂബ് ഇപ്പൊ നമ്മൾ എന്റെ സൈഡിൽ കൂടെ പോയിരുന്നു, ഇപ്പൊ അത് പ്രൊഫഷൻ ആക്കി എന്ന് പറയാം നമ്മൾ. എന്താണ് വർക്ക്? MCA പഠിച്ചതല്ലേ? MCA പഠിച്ചിട്ട് ഞാൻ 1 മാസമാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. 1 മാസം ശമ്പളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ. എന്നിട്ട് ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് സുഖമില്ല, പക്ഷെ പ്രഗ്നന്റ് ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അതോടെ ഞാൻ അവർക്ക് ജോബ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ലാപ്പിൽ ഇരിക്കാൻ പറ്റില്ല, പിന്നെ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു അവൾക്ക്. അപ്പൊ പറ്റില്ല ക്ഷീണം അങ്ങനത്തെ ഒക്കെ. അപ്പൊ നമ്മളത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ജോലി കുറെ നാളൊക്കെ ഇനി വേണ്ട. അപ്പം 19ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. അല്ല, അത് കഴിഞ്ഞ് തുടർന്ന് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നോ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ MCOM ചെയ്തത് വീട്ടിൽ ചെന്നിട്ടാ. കാരണം അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മിനിറ്റ്, ഞാൻ വരാവേ. ഒന്ന് പാറു പറയൂ. പാറുവിന് ആരും ഇഷ്ടം? അമ്മേനെയോ മേമേനെയോ അച്ഛനെയോ എന്താ വിളിക്കണ, ചെറിയച്ഛൻ, ചാച്ചനെയോ? ആരും ഇഷ്ടം? എന്നെയാ? ശരിക്കും പറയേ, ആരും ഇഷ്ടം കണ്ടാ തൊട്ട് കാണിക്കേ, ആരും ഇഷ്ടം ചൂണ്ടി കാണിക്കേ. അച്ഛൻ ഡാൻസ് ഒക്കെ കളിക്കുന്ന വീഡിയോ കണ്ടല്ലോ, സമ്മാനം കിട്ടിയോ? സമ്മാനം കിട്ടി, ഫസ്റ്റ് പ്രൈസ് കിട്ടിയല്ലേ? ഫസ്റ്റ് കിട്ടിയില്ലേ? കിട്ടി. ആണല്ലേ? അടുത്തേല് സമ്മാനം മേടിക്കണം കേട്ടോ. ഞങ്ങള് ഭയങ്കര നാണക്കാരിയാ. അതായത് ഞങ്ങൾ സ്റ്റേജിൽ മാത്രം പെർഫോം ചെയ്യുള്ളൂ, അല്ലാണ്ട് ഭയങ്കര നാണത്തിന്റെ. വീട്ടിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, പുറത്തിറങ്ങുന്ന കുറച്ച് ഷൈ കൂടുതലാണ്. ഓക്കെ, എന്തായാലും അവളുടെ കംഫർട്ട് സോണിൽ സെറ്റിൽ ആയിട്ടുണ്ട്. കമ്മിങ് ബാക്ക്, MCOM ചെയ്തത് കല്യാണത്തിന് ശേഷമാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. കല്യാണത്തിന് ശേഷം പഠിക്കാറില്ല. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, പഠിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കിപ്പോ MCOM ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മ പറഞ്ഞു MCOM-ന് പോയി. MCOM പോയിട്ട് നമ്മള് ലാസ്റ്റ് സെമന്റെ എക്സാമിന് തൊട്ട് മുമ്പാണ് പ്രഗ്നന്റ് ആവുന്നത്. അപ്പൊ നമ്മളൊരു 7 മന്തിനൊക്കെയാണ് നമ്മൾ എക്സാമിന് പോയിരുന്നത്. അങ്ങനെ ഇവിടെ കഴിച്ചത്. അതായത് അവിടെ നമുക്ക് ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെയാ. പിന്നെ ഞാനും നിഖിലും ഭയങ്കര, അതായത് ക്യാരക്ടർ വെച്ചിട്ട് ഇവർ 2 പേരെ മാച്ച്. ക്യാരക്ടർ വെച്ചിട്ട് കീത്തും ഏട്ടനും ഏകദേശം. ഞാൻ ഭയങ്കര പാവാ, വീട്ടിലെ ഏറ്റവും പാവം ഞാനാ. ഞാൻ കൊച്ചു കാര്യങ്ങൾ സെൻസിറ്റീവാണ്. ചെറിയ വലിയ കാര്യത്തിനൊന്നും പ്രശ്നമില്ല, ചെറിയ കാര്യത്തിന് നോക്കിയില്ല, കണ്ടില്ല, പിടിച്ചില്ല, അങ്ങനത്തെ കാര്യത്തിന്. പക്ഷെ സ്വഭാവം വെച്ച്
ഇവർ രണ്ടുപേരും ഏകദേശം മാച്ചാ. ചേട്ടന് സെൻസിറ്റീവ് ആണോ? ചേട്ടൻ സെൻസിറ്റീവ് ആയാലും ചേട്ടനത് ഒട്ടും സെൻസിറ്റീവ് അല്ല. ചേട്ടൻ അങ്ങനെ ഒട്ടും ഒരു വികാരം ദേഷ്യം വന്നാലും അങ്ങനെ ഒന്നും പ്രകടിപ്പിക്കാത്തൊരു. പക്ഷെ ഞാനും നിഖിലും സെയിമാ. അതെ, ഇവര് ഭയങ്കര ബോൾഡാ, ഇവര് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയും. പക്ഷെ ഞാനും ഏട്ടനൊക്കെ എന്താ പറയാ മറ്റുള്ളവരെ പ്ലീസ് ചെയ്തിട്ട് സംസാരിക്കും. എനിക്ക് വാക്കുകൾ കൊണ്ട് പോലും ഞങ്ങൾ ആരും hurt ആക്കൂല. അത് വേറെ ഇത് വേറെ. ഞാൻ ഏറ്റവും കൂടുതൽ ഹേർട്ട് ആക്കുന്നത് നിഖിൽ ചേട്ടനെയാണ്. നിഖിൽ ചേട്ടൻ നിക്കിനെയാണ് നിക്കിനെയാണ്. അത് എനിക്ക് നമുക്ക് കൂടുതൽ ഫ്രീഡം ഉള്ളവരടുത്തല്ല. ഞാൻ തല്ലുകൊണ്ട് ആകെ ഒരാള് നിക്കായിരിക്കും. അപ്പൊ ഞാൻ കൂടുതൽ വിഷമിപ്പിക്കുന്നത് നിക്കിനായിരിക്കും. പിന്നെ ബാക്കി എല്ലാവരും ഓക്കെ ആയിട്ടാ ഞാൻ ചേട്ടനൊക്കെ എല്ലാവരും വീട്ടിൽ സംസാരിക്കും. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും തക്കതായ മറുപടികൾ പറഞ്ഞു കൊടുക്കും. ഞങ്ങളിങ്ങനെ എല്ലാവരും ശരി പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ട് സംസാരിക്കാം. ഞങ്ങൾ ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. നേരെ വാ നേരെ പോകും ആ ടീമടങ്ങൾ. പിന്നെ വേറെ കുറെ കാര്യങ്ങളായാലും അത് മാത്രല്ല കേട്ടോ, ദേഷ്യത്തിന്റെ കാര്യം മാത്രല്ല, വേറെ കുറെ കാര്യത്തിലായാലും നമ്മള് ഞങ്ങളുടെ ധാരണകളൊക്കെ ഒരേപോലെ ഇരിക്കും. അതായത് കാഴ്ചപ്പാടൊക്കെ ഒരേപോലെ. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇത് എന്താ പറയാ, വീട്ടില് നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് വരുന്നത് ലൈക് രണ്ട് ഡിഫറെന്റ് വീട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. രണ്ടും സ്വഭാവങ്ങൾ ഇതാണ്. അപ്പം ഒരാൾ സെൻസിറ്റീവ്, ഒരാൾ സ്ട്രേറ്റ് ഫോർവേഡ്. എങ്ങനെ പോയാലും അല്ലേ, മറ്റേ മണ്ണെണ്ണ തീപ്പെട്ടി ഒരുമിച്ച് വെച്ചാൽ അവസ്ഥ ആകേണ്ടതാണ്. പക്ഷെ എങ്ങനെ ഇത്ര ജല്ലായി പോകുന്നു? എടാ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ പറ്റില്ല അല്ലേ ഏട്ടാ? അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ഞാൻ ഓക്കെയാണ് കാമെന്ന് പറഞ്ഞോണ്ട് ഇവളായിക്കോട്ടെ, ഞാനിവിടെ തണുത്തിരിക്കാണല്ലോ, കുഴപ്പമില്ലല്ലോ. അങ്ങനല്ല കേട്ടാ, ഞങ്ങൾക്ക് എല്ലാരും കൂടെ ഉള്ളത് ഇഷ്ടം. ഞങ്ങൾക്ക് ഇപ്പൊ ഒറ്റയ്ക്ക് പോവാൻ ഇഷ്ടമല്ല. ഇപ്പൊ ഞാനും ഏട്ടനും കൂടെ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ഇഷ്ടമല്ല. ആരോട് വർത്താനം പറയാൻ, ആരോട് കോമഡി പറയും. അതേ സ്ഥാനത്ത് ഇവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോന്റെ താഴേക്ക് ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട്, അഞ്ജു ഇച്ചിരി സീനാണ്, ഒരു പാവമാണ്. അവളുടെ ആക്ഷൻ ഒക്കെ നോക്കി എന്താ. പക്ഷെ കീർത്തു പക്ഷെ എല്ലാ വീഡിയോസിലും ഇല്ലടാ. അതായത് നമ്മൾ ചില വീഡിയോസിൽ കുറച്ച് ഓവറായിട്ട് മീൻസ് കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മള് ജാഡയായി ഓവറായി. അല്ല, ഓരോരുത്തരെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അപ്പൊ ഞാൻ കണ്ട പോലെ ആയിരിക്കില്ലല്ലോ. അപ്പൊ അവര് പറയാനുള്ള പറഞ്ഞോട്ടെ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ കാണും. അഞ്ജലി സാർ നീ അത് വിട്, അടുത്ത കമന്റ് നോക്കും. ഞാൻ അങ്ങനെയല്ലടാ, ഞാൻ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കുറച്ചു നേരം കണ്ടിട്ടുള്ള ഒരു അറിവല്ലേ നമ്മുടെ കമന്റ്സിലൂടെ ഉള്ളൂ നമുക്ക്. അപ്പൊ ഇന്ന് നമ്മളോട് നല്ലത് പറയുന്നവര് നാളെ നമ്മളെ പറ്റി, അതായത് ഇന്ന് കുറ്റം പറഞ്ഞവര് ഇതേ ആൾക്കാരെന്നെ നാളെ നമ്മളെ പറ്റി നല്ലത് പറയും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് നമ്മളിപ്പോ യൂട്യൂബിലായതുകൊണ്ട് നമ്മൾ എങ്ങനെയായാലും നെഗറ്റീവ്സിനെ ഫേസ് ചെയ്തേ പറ്റൂ. അപ്പൊ ഞാൻ ഇതിനോട് എപ്പോഴും പറയും, നമ്മള് ചെറിയ ചെറിയ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ നേരം കാണുള്ളൂ. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അത്രയും ഹേർട്ടായിട്ടുള്ള വല്ല കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് റിമൂവ് ചെയ്ത് കളയും. അത് വേണ്ട, എന്റെ ചാനലിൽ കമന്റ് സെക്ഷനിലെ കമന്റ് വേണ്ട, അത്രേ വിചാരിക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഓരോരുത്തർ ഫോക്കസ് ചെയ്തോണ്ട് തന്നെ കുറെ ഉണ്ട്. കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതായത് നമ്മളൊന്ന് അങ്ങോട്ടും കാണണം. അതായത് സെയിം ആളല്ലേ നമ്മുടെ എല്ലാ വീഡിയോസിന്റെ ഇടയിൽ വന്നിട്ടും ഭയങ്കരമായിട്ട് കമന്റ്സ് ഇല്ല. നമ്മൾ പിള്ളേരെ കുറിച്ച് അടക്കം എന്താ പറയാ, ഞങ്ങൾ പിള്ളേരെ കുറിച്ച് എങ്ങനെ പറയാൻ പറ്റുക, അതാരും ആ ഒരു തൊട്ട് കളിക്കില്ല. നമ്മൾ പിള്ളേരെന്ത് ഇങ്ങനെ, നിങ്ങളെ പിള്ളേരെന്താ കണ്ണട വെച്ചിരിക്കുന്നത്, എന്തൊരു ഷേപ്പ് ഇല്ലാതെ, എന്തൊരു തടിയില്ല. ചിലപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഞാൻ നല്ല ചുട്ട മറുപടി കൊടുക്കും. റീസെന്റ് ആയിട്ട് ഞാൻ മറുപടി കൊടുത്തതാ. ഞാൻ അങ്ങനെ മറുപടി നന്നായിട്ടൊന്നും കൊടുക്കാറില്ല. എനിക്ക് ഒരു ഇതാണ്, അവരെങ്ങനെ നമ്മൾ നോക്കിക്കാളുള്ളൂ. പക്ഷെ നീലേട്ടൻ പറയും ചുട്ട മറുപടി അങ്ങോട്ട് കൊടുക്കുക. അവർ ഏത് രീതിക്കാണോ തരുന്നത് അതേ രീതിക്ക് അങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച് നിന്നിടത്തുനിന്ന് ഞാൻ തുടരട്ടെ. ജോലി വർക്കിംഗ് ആയിരുന്നോ? ഞാന് പാറുവിന് ഒരു 1.5 വയസ്സായ സമയത്ത്, 1.5 വയസ്സ് ഫീഡിംഗ് ഒക്കെ നിർത്തിയ സമയത്ത് ഞാൻ ബിമെയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബിമെയിൽ അങ്ങനെ ഒരു 9 മാസമൊക്കെ നിന്നു. 9 മാസം നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴും ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പ്രൊമോഷൻ ഒക്കെ വരും ഇൻസ്റ്റഗ്രാമിൽ. അപ്പൊ എനിക്ക് വെച്ചാൽ രാവിലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് രണ്ടും കൂടെ ഒന്നിച്ച് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്ന് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മാത്രല്ല പാറു ഈ പറഞ്ഞ കുറച്ച് ബുദ്ധിയൊക്കെ വെച്ച് ഇവളെന്ന് പറയാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഒരു 1.5 വയസ്സ് 2 വയസ്സാവണേ മുമ്പ് ഒരു 5-6 പാട്ടുണ്ട് പാടുമായിരുന്നു. അന്നൊക്കെ 6 പാട്ട് വരെ നല്ല അടിപൊളിയായിട്ട് അന്ന് ഫുള്ളായിട്ട് പാടുമായിരുന്നു. അങ്ങനെയുള്ള ടൈമിൽ വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇവള് വാശി ചെയ്ത് തുടങ്ങി. അമ്മക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ലെവലായി. ഓട്ടോമിൽ പറഞ്ഞു നമുക്ക് പറ്റുമെങ്കിൽ അത് നിർത്താം, നിന്റെ ഇഷ്ടതാണെന്ന് നീ പോയിക്കോ, പറ്റുമെങ്കിൽ അവളെ കെയർ ചെയ്യാൻ പറ്റുന്നതിൽ
കുറച്ചുകൂടി ബെറ്റർ അല്ലേ, അമ്മയ്ക്ക് നോക്കാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും കുറച്ചുകൂടി വാശിയായ ടൈമിൽ അമ്മ പറഞ്ഞ് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുന്നു പറഞ്ഞപ്പോ ഓക്കെ അപ്പൊ അത് നിർത്താം എന്നുള്ള നമ്മ പോയ സമയത്ത് അമ്മയും കിട്ടുകയാണെങ്കിൽ ഇവളെ കാര്യത്തിൽ ടെൻഷനേ അടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ നമുക്ക് നമ്മുടെ മക്കളെ നോക്കാനായിട്ട് ആരും ഇരുത്തി കൊഞ്ചിക്കാനുള്ള സമയം കിട്ടുന്നില്ല. പക്ഷെ പാറു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കെയറിങ് ഓവർലോഡായിട്ട് കിട്ടിയ കുട്ടിയാണത്. അപ്പം ഫസ്റ്റ് ബേബി അത് എല്ലാം കൊണ്ടും എല്ലാവരും ഭയങ്കരമായിട്ട് അപ്പൊ മെയിനായിട്ട് പെൺകുട്ടിയും കൂടി ആയിരുന്നു എന്റെ വീട്ടില്. ഇപ്പോ ഇവളെ കൂടാതെ ചേട്ടന്റെ മോളുണ്ടെങ്കിൽ പോലും നമ്മുടെ വീട്ടില് ഞങ്ങളുടെ വീട്ടില് പെൺകുട്ടികളെ ഇല്ല, ഫുള്ള് എന്തേലും പറയുന്നത്. പണ്ടൊരു എരുമ്പുണ്ടായിരുന്നു, എരുമ്പയ്ക്ക് ജനിക്കണ കംപ്ലീറ്റ് പോത്തുകുട്ടികൾ 5-6 കണ്ടി ജനിച്ചിരുന്നു. അത് പോത്തുകുട്ടി. ആടുണ്ടായിരുന്നു, ആടിന് മുട്ടനാടനായിരുന്നു. അങ്ങനെ ഒരു ലാസ്റ്റ് ഞങ്ങൾ ഇട്ടൊരു വീഡിയോ ഉണ്ട്, ഉള്ള ബർത്ത്ഡേ വീഡിയോ. അതിനൊരു കമന്റ് വന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പാറുവിന്റെ ബർത്ത്ഡേ മാത്രം ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അതിന്റെ ചില ആൾക്കാർ പറഞ്ഞത് അവളാണ് അവിടുത്തെ ആദ്യത്തെ പെൺകുട്ടി, ഫസ്റ്റ് ബേബി. ഇപ്പൊ ഞങ്ങളുടെ ആണെങ്കിൽ ഫസ്റ്റ് ബേബി ഇവള് തന്നെയാണ്. അപ്പൊ നമ്മൾ അത്രയും എല്ലാ കാര്യങ്ങളിലും പ്രയോറിറ്റി കൊടുത്താണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് അവർക്ക് ഉണ്ട്. അങ്ങനെയുണ്ട്. ഞങ്ങൾ പറയുന്നത് അതായത് നമുക്ക് പാറുവിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് ആവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫിനാൻഷ്യലി നമ്മുടെ ബാക്കി മക്കൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിന് പുറമെ പാറുവിന് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബാക്കി 3 പേർക്കും കൊടുക്കാൻ പറ്റാറില്ല. അത് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. അതാണ് മെയിനായിട്ട്. പാറു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സംസാരിച്ചൊക്കെ തുടങ്ങി. പക്ഷെ ചോദ്യത്തിൽ നിന്ന് പിന്മാറുന്നു ഞാനിങ്ങനെ പറഞ്ഞു പോയതാ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ജോലിയില്ലേ പറഞ്ഞത്, ജോലി അപ്പോ അവിടെ വെച്ചിട്ട് ക്വിറ്റ് ചെയ്തായിരുന്നു. ചേട്ടൻ വർക്ക് ചെയ്യുന്നു? ഞാൻ മെക്കാനിക്കാണ്, ഹൈഡ്രോളിക് മെക്കാനിക് ആണ്. ഇപ്പൊ ഒരു 18 വർഷത്തോളായി ഈ JCB ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇന്ത്യ ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്തായിരുന്നു, ഒരു 6 കൊല്ലത്തോളം നാട്ടില്. പിന്നെ ഒരു 3 കൊല്ലത്തോളം ഗൾഫിന് പോയി. പിന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തോണ്ടിരിക്കുന്നു. അത്യാവശ്യം വർക്ക് ഉണ്ട്. ഇന്നുണ്ടായില്ല, ഇന്നലെ വരെ ഉണ്ടായിരുന്നു വർക്ക്. ഇന്ന് ഇന്റർവ്യൂ ആണ്. ഓക്കെ. അപ്പം ഈ ഒരു സ്റ്റാർഡം, ഈ ഒരു ഫെയിം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് തരുന്ന സ്നേഹം, നമുക്ക് നെഗറ്റീവ് ഒക്കെ മറക്കാം. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ടാവില്ലേ? എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചു ഈ ഒരു ലൈം ലൈറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? എടാ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണിത്. നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴടക്കം ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഫാമിലി ആയിട്ടുള്ള ചാനലായതുകൊണ്ട് അത് ക്ലിക്കായി, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് അപ്പൊ ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. ഒരാളെങ്കിലും അയ്യോ ഇത് നമ്മളെ അന്വേഷിച്ച് എന്താണെന്നൊക്കെ. പിന്നെ കുറെ പേര് ഗിഫ്റ്റ് ഒക്കെ അയച്ചു തരാൻ തുടങ്ങി, ഡ്രസ്സ് അല്ല ഫ്രെയിംസ് ഒക്കെ അയച്ചു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതൊക്കെ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യമല്ലടാ. പുറമേ ഉള്ള ഒരാളെ നമ്മൾ സ്നേഹിക്കാൻ ശീലം. ഇപ്പൊ എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ വീഡിയോസിലുള്ള എല്ലാരെയും വന്ന് സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ വീട്ടുകാരൊക്കെ ആയാലും അമ്മേനൊക്കെ, ഞങ്ങളുടെ കസിൻ സിസ്റ്റേഴ്സ്, അവരൊക്കെ അച്ഛനമ്മയൊക്കെ ഞങ്ങൾ അവരൊക്കെ എവിടെ പോയി കഴിഞ്ഞാൽ അവരിപ്പോ ഹോസ്പിറ്റലിൽ പോയാൽ പോലും അവിടെ ഉള്ള ആൾക്കാരുടെ ഇൻസ്റ്റാൾസിലല്ലേ, അത് അവർക്ക് ഭയങ്കര പ്രൗഡായി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കള് മുഖാന്തരം അച്ഛനമ്മയും അറിയപ്പെടാന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യമുള്ള. നമുക്കും അതേപോലെ ഇപ്പൊ പറയുമ്പോ 4 ആൾ ചോദിക്കുമ്പോൾ സന്തോഷം തന്നെയാണ് ഉള്ളത്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാൻ വേണ്ടി പ്രതീക്ഷിക്കാത്തൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതാ. അതായത് എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു ചെക്കൻ, അവൻ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ. 5ാം ക്ലാസ്സിലുള്ള അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 3-5 പിള്ളേര് അവര് ലെറ്റർ എഴുതിരിക്കുക. അതായത് അവരെ പേജ് കീറി കഴിഞ്ഞിട്ട് ഡിസൈൻ ഒക്കെ ചെയ്ത് ലെറ്റർ ഒക്കെ എഴുതി ചേട്ടന്റെ പേര് അല്ലെങ്കിൽ ടിൻസ് അങ്ങനെ എഴുതിട്ട് ഞാൻ ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്ന, ഇവന്റെ ഒപ്പം പഠിക്കുന്ന, ഇത്ര ക്ലാസ്സിൽ എന്റെ പേര് ഇതാണ്, ഞാൻ നിങ്ങളെ വീഡിയോസ് കാണാറുണ്ട്. 3-4-5 ലെറ്ററുകൾ. അതായത് ഇത് നിങ്ങൾ യൂട്യൂബിൽ ഇടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കണത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കൂടി പോയി കഴിഞ്ഞാൽ ഒരു 5-11 വയസ്സായിട്ടുണ്ടാവും അല്ലേ? അവര് പോലും നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നു. ഇങ്ങനെ ആ ഒരു കുട്ടികളൊരു സംഭവം എന്ന് പറയാൻ വേണ്ടി ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പരിപാടി. ഞാനിപ്പോ എന്റെ സ്കൂളിൽ ടീച്ചറെ കൊണ്ടുവന്നാക്കാൻ പോയപ്പോ അവിടെയും ഇതുപോലെ തന്നെ LKG പിള്ളേര് അല്ലെ, LP പിള്ളേര്, അവരും ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ചേട്ടൻ ഇന്ന ആളല്ലേ. അതുപോലെയും പിള്ളേര് വരെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ആ ഒരു ലെറ്റർ ആവുമ്പോൾ ചേട്ടാ, അവന് മാമാന്ന് വിളിക്കും, നിഷ് മാമ, നീൽ മാമ എന്റെ കൂട്ടുകാരന്മാർ തന്നാണെന്ന് പറയുമ്പോ നമ്മ എന്തൊക്കെ സംഭവം നോക്കിയോ, നമുക്ക് തന്നെ അത് ഭയങ്കര ഒരു ഇമോഷണലി ടച്ച് ആവുന്ന കമന്റ്സും വന്ന് പിള്ളേര് കണ്ടിട്ട്